അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ സുറുമീസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ യാത്ര ആലപ്പുഴയിലേക്കാണ് കേട്ടോ. ആലപ്പുഴ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ മാത്രമല്ല, എൻ്റെ ഇത്താതായും പിന്നെ ക്യാകായും മക്കളും പിന്നെ വാപ്പച്ചി ഉമ്മച്ചി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ബോട്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പോകാനുള്ള ബോട്ടിൻ്റെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ പിന്നെ ബോട്ടിലേക്ക് കയറണേണ്. അപ്പോൾ ഞങ്ങളൊക്കെ മേളിലേക്ക് കയറി ഇരുന്നിട്ടാണ്. ഇങ്ങനെ 2 തട്ടുള്ള ബോട്ടായിരുന്നു. അപ്പോൾ താഴേലും മേളിലുമായിട്ടൊക്കെ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്തായും മക്കളും ഞാനൊക്കെ കയറി മേളിൽ കയറി. ഉമ്മച്ചി വാപ്പച്ചിയൊക്കെ താഴെയാണ് ഇരുന്നത്. അവർക്ക് മേളിലേക്കൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർ താഴെ ഇരുന്ന് കുറച്ച് ടൈം മേളിലിരുന്നിട്ട് പിന്നെ താഴേലേക്ക് ഇറങ്ങാമെന്ന് വെച്ച്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ നിറച്ച് ബോട്ടുകളാണ് കേട്ടോ. പല ടൈപ്പ് ഉണ്ട്. ഞങ്ങൾ 5 മണിക്കൂറത്തേക്കുള്ള ബോട്ടാണ് ബുക്ക് ചെയ്തത്. പിന്നെ അല്ലാതെ ഒരു ട്രാൻസ്പോർട്ടിൻ്റെ ബോട്ടും ഉണ്ട് കേട്ടോ. അവിടെ യാത്രക്കാർക്ക് വേണ്ടിയുള്ള ബോട്ടും പോകുന്നുണ്ട്. അതാണ് ഈ പുറകിൽ കാണുന്നത്, പുറകിൽ വരുന്നതുണ്ടല്ലേ അത്. പിന്നെ ഹൗസ് ബോട്ട് എല്ലാം ഉണ്ട്, എല്ലാ ടൈപ്പിലുള്ള ബോട്ടുകളും ഉണ്ട്. അപ്പോൾ എല്ലാവരും മേളിലിരുന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് പിന്നെ താഴത്തേക്ക് ഇറങ്ങണേ കേട്ടോ. പിന്നെ താഴെ ഇറങ്ങി സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇരുന്ന് കഴിച്ച് അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. എല്ലാവരും കൂടിയുള്ള ഒരു യാത്ര ഒരു അടിപൊളിയല്ലേ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. മഴ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോയ ദിവസം. പിന്നെ ഇതിപ്പോൾ നടക്കാനുള്ള പാലം കേട്ടോ. അത് പണി നടന്നുകൊണ്ടിരിക്കണേണ്. അതിപ്പുറത്തേക്കും അപ്പുറത്തേക്കുള്ള ക്രോസിംഗാണ് കാണുന്നത്. ഹൗസ് ബോട്ട് തന്നെ ദൂരമാണ്. പിന്നെ ഇത് റിസോർട്ടുണ്ട്. റിസോർട്ടൊക്കെ സൈഡിൽ ഒത്തിരി ഉണ്ട്. ഇത് ഞങ്ങൾ ചുമ്മാ ഒരു വീഡിയോ എടുത്താണ്ട്. ഇത് തതറ മോളാണ്. അപ്പം ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ആ ബോട്ടിലെ ചേട്ടൻ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയതാണ് കേട്ടോ. അവിടെ അവർക്ക് പരിചയമുള്ള അപ്പോൾ ഹോട്ടലിലെ പരുന്ത് അതിനെ വളർത്തുന്ന പരുന്താണ്, ഇണങ്ങിയ പരുന്താണ്. അപ്പോൾ നമ്മുടെ തോളത്തൊക്കെ വന്നിരിക്കൂട്ടെ, ഇരുത്തി കൊടുത്താൽ തോളത്തൊക്കെ ഇരുന്ന് തരും. ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു എല്ലാവരും. ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ മാറി മാറി ഓരോരുത്തരുടെ തോളിലിരുന്ന് ഫോട്ടോ എടുക്കണേ കേട്ടോ. അപ്പോൾ പിന്നെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അവിടെ ഫ്രഷ് കരിമീനും പിന്നെ കൊഞ്ച് അതൊക്കെ വെച്ചിട്ട്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത് റെഡിയാക്കി തരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കരിമീനാണ് റെഡിയാക്കാൻ കൊടുത്തത്. പിന്നെ സാമ്പാർ, തോരൻ, അവിയൽ, പച്ചടി, അച്ചാർ, മീൻകറി, ഒത്തിരി കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കരിമീൻ ഫ്രൈ ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നാടൻ ഫുഡും അല്ലേ, അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അങ്ങനെ യാത്ര പോണേന്. അപ്പോൾ ഞങ്ങൾ വീണ്ടും മേളിൽ കയറി ഇരുന്നിട്ടാണ്. ഞങ്ങൾ ഇതിന് മുമ്പും പോയിട്ടുണ്ട്. ഞങ്ങൾ ഇതേപോലെ തന്നെ ബോട്ട് തന്നെയാണ് എടുത്തത്. ഹൗസ് ബോട്ടിൽ ആർക്കും താല്പര്യമില്ല. കാരണം ഇങ്ങനത്തെ ബോട്ടാകുമ്പോൾ നമുക്ക് നല്ല രസമാണ്. കാഴ്ചയൊക്കെ കണ്ടിരുന്ന് മേളിലും താഴേലൊക്കെ ഇങ്ങനെ ഇരിക്കാനും നല്ല രസമാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഐസ്ക്രീം വണ്ടി ബോട്ടിലാണ്ട് ഐസ്ക്രീം വിൽക്കണ ഒരു ചേട്ടൻ പോണ്. അപ്പോൾ ആ ചേട്ടനെ പിടിച്ച് നിർത്തി. പിന്നെ എല്ലാവരും മാംഗോ ബാറും കോൺ ഐസ്ക്രീം എല്ലാം വാങ്ങിച്ച് അതൊക്കെ ഇരുന്ന് കഴിച്ചിട്ടാണ്. പിന്നെ ആ ചേട്ടൻ ആ ബോട്ട് നിർത്തി തന്നാണ് ഫോട്ടോ എടുക്കണമെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഉമ്മച്ചി പാപ്പച്ചിയൊക്കെ താഴേലാണ് ഇരിക്കണത്. അവർ മുകളിലേക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ താഴത്ത് തന്നെ ഇരുന്ന്.
അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് ഒരു ഫോട്ടോ എടുക്കണ സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ബോട്ട് നിർത്തി തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ആ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ 2 സൈഡും വീടും, എല്ലായിടത്തും അതട്ടെ, നമ്മൾ പോകുന്ന വഴികളൊക്കെ വീടും ചേച്ചിമാരും എല്ലാവരെയും കാണാം. കുറേ ആൾക്കാർ ചൂണ്ടയൊക്കെ നിന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഹൗസ് ബോട്ടും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കൊണ്ടുവന്ന് നിർത്തി തന്നത്. ചെറിയൊരു തുരുത്ത് പോലത്തെ ഒരു സ്ഥലമാണ്. നമ്മളവിടെ ഇറങ്ങാം. അപ്പോൾ അവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്, ഉപ്പിലിട്ട ഐറ്റംസൊക്കെ വിൽക്കണ കടകൾ എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ സ്പീഡ് ബോട്ട് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ പോകണമെന്ന് പറഞ്ഞ് മക്കൾ റെഡിയായി നിൽക്കണേ കേട്ടോ. ഞങ്ങൾ പോയില്ല, മക്കൾ മാത്രം കേട്ടോ പോയത്. മക്കളും മിക്കായും കയറിയായിരുന്നു, ഞാനിത്താതായൊന്നും പോയില്ല. അതെന്തോ ഒരാൾക്ക് 300 വെച്ചിട്ടാണ് അവർ വാങ്ങിക്കുന്നത്. എന്തായാലും അത് അടിപൊളിയായിരുന്നു, അവർക്ക് നല്ല ഇഷ്ടമായി. കുറച്ച് ഡേഞ്ചർ പോലെ നമുക്ക് തോന്നും, പക്ഷേ അവർക്ക് നല്ല ഇഷ്ടമായി. ഞങ്ങൾ അവിടെ തന്നെ നിന്ന് പിന്നെ അവിടെ ഉപ്പിലിട്ട പൈനാപ്പിളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ ബോട്ടിൽ തന്നെ ഇരുന്ന് പിന്നെ അവർ പോയി വന്നിട്ടാണ്. അപ്പം ഞങ്ങൾ പിന്നെ തിരിച്ച് ചേട്ടൻ പോകുന്ന വഴിയിൽ ഒരുപാട് റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബോട്ടിങ്ങൊക്കെ ഒന്ന് പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കണം. അങ്ങനെ ഞങ്ങൾ കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കണേണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത നിർത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് അടിപൊളി. അതും ഇതേപോലെ റിസോർട്ടാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ റിസോർട്ട് കാണാനായിട്ട്. സൈഡിലൊക്കെ ബോട്ടും എല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.